അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ റമളാനിൻ്റെ രണ്ടാമത്തെ പത്തിലേക്കാണ് നാം കാലെടുത്ത് വെക്കുന്നത്. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവ്വലുഹു റഹ്മ വ ഔസതുഹു മഗ്ഫിറ വ ആഖിറുഹു ഇത്ഖും മിനന്നാർ. പരിശുദ്ധ റമളാനിലെ ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ 10ആണ്. രണ്ടാമത്തെ 10 മഗ്ഫിറത്തിൻ്റെ, പാപമോചനത്തിൻ്റെ 10ആണ്. അവസാനത്തെ 10 ഇത്ഖും മിനന്നാർ, നരകമോചനത്തിൻ്റെ 10ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് ഉണർത്തുകയുണ്ടായി, മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രഭാതം മുതൽ പ്രദോഷം വരെ അറിഞ്ഞും അറിയാതെയും ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരാണ് നാം. ഈ ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് മുക്തരാകാൻ, പാപമോചനം നടത്താൻ, ദോഷങ്ങൾ പൊറുപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ധാരാളം സ്ഥലങ്ങളിലായി നമ്മളോട് ആജ്ഞാപിക്കുന്നുണ്ട്. അതിനുള്ള അവസരങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരവസരമാണ് പരിശുദ്ധ റമളാനു ശരീഫിലെ രണ്ടാമത്തെ 10 ദിനരാത്രികൾ. അതുകൊണ്ട് ആമുഖമായി പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് ഞാൻ ഉണർത്തുന്നത്, നാം ചെയ്തു പോയ തെറ്റുകൾ പാതിരാത്രികളിലും നിസ്കാരത്തിൻ്റെ ശേഷവും ഇഫ്താറിൻ്റെ സന്ദർഭങ്ങളിലും മറ്റ് എല്ലാ സമയങ്ങളിലും അള്ളാഹുവിൻ്റെ മുമ്പിൽ നിരത്തി വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ കേണപേക്ഷിക്കുക. അർഹമുറാഹിമായ തമ്പുരാനെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നാലിന്ന തെറ്റ്, ഇന്നാലിന്ന പാപം എൻ്റെ പക്കൽ നിന്ന് വന്നു പോയിട്ടുണ്ട്, നീ അതെനിക്ക് പുറത്തു തരേണമേ തമ്പുരാനെ, എനിക്ക് ആ ദോഷം പുറത്തു തരേണമേ തമ്പുരാനെ എന്ന് നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഈ 10 ദിനരാത്രികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പ്രത്യേകമായൊരു ദിക്ർ ചൊല്ലാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അത് നാം 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും അല്ലാത്ത സന്ദർഭങ്ങളിലും നാം അത് ഉരുവിട്ടുകൊണ്ടിരിക്കണം. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നാം ചെയ്തു പോയ തെറ്റുകൾ അവനോട് കേണപേക്ഷിക്കുക, അവനോട് പൊറുപ്പിക്കുക, മാപ്പ് ചോദിക്കുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. അള്ളാഹു കൃപാലുവാണ്. അള്ളാഹു ഏത് ദോഷവും നമുക്ക് പുറത്തു തരും. ഒരിക്കലും തന്നെ നാം നിരാശപ്പെടരുത്. ഞാൻ ഇന്നാലിന്ന ചെയ്തു പോയവനാണ്, ഞാൻ കള്ളു കുടിച്ചവനാണ്, ചീട്ട് കളിച്ചവനാണ്, അല്ലെങ്കിൽ മറ്റ് തെറ്റുകൾ ചെയ്തവനാണ്, അള്ളാഹു പുറത്തു തരികയില്ല, അത്രമാത്രം തെറ്റ് ചെയ്തു പോയ ഒരു മനുഷ്യനാണ് ഞാൻ എന്ന ഒരു നിരാശബോധം പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്കുണ്ടാകാൻ പാടില്ല. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുന്നവനും റഹ്മത്ത് ചെയ്യുന്നവനുമാണ്. നാം ചെയ്തു പോയ ദോഷങ്ങൾ അള്ളാഹുവിനോട് മാപ്പപേക്ഷിക്കുക, പൊറുക്കലിനെ ചോദിക്കുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ
അവൻ്റെ വാഹനവുമായി വാഹനപ്പുറത്ത് ഒരു മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണ്. ആ വാഹനപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ ഭക്ഷണവും അതുപോലെ തന്നെ മറ്റ് യാത്രാ സാമഗ്രികളും വെച്ചിട്ടുള്ളത്. ആ വാഹനമാണ് അദ്ദേഹത്തിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് സമയം ആ വാഹനം കിട്ടാൻ വേണ്ടി, തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം അന്വേഷണം നടത്തുകയും തിരയുകയും ചെയ്തു. പക്ഷേ ആ വാഹനം അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുന്നില്ല. തൻ്റെ വാഹനം തനിക്ക് തിരിച്ചു കിട്ടുകയില്ല എന്ന ആ ഒരു ചിന്തയോടെ, അതിൽ നിന്ന് നിരാശപ്പെട്ടുകൊണ്ട് അദ്ദേഹം ക്ഷീണിതനായി ഇരിക്കുന്ന സന്ദർഭത്തിൽ ആ വാഹനം അദ്ദേഹത്തിലേക്ക് തിരിച്ചു കിട്ടുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭക്ഷണവും യാത്രാ സാമഗ്രികളും നിക്ഷേപിക്കപ്പെട്ട ആ വാഹനം അദ്ദേഹത്തിലേക്ക് തിരിച്ചു കിട്ടുമ്പോഴുണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ സന്തോഷം അവർണ്ണനീയമാണ്. ആ സമയത്ത് അവൻ പറഞ്ഞു പോകുന്നു, പടച്ചവനെ, നീ എൻ്റെ അടിമയും ഞാൻ നിൻ്റെ യജമാനനുമാണ്. അത് സന്തോഷത്തിൻ്റെ ആധിക്യത്താൽ മതിമറന്ന് പറഞ്ഞു പോവുകയാണ്. ഇതേപോലെയാണ്, അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവൻ്റെ അടിമ ചെയ്തു പോയ ദോഷങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിരത്തി വെച്ചുകൊണ്ട് മാപ്പ് ചോദിക്കുമ്പോൾ, പൊറുക്കലിനെ ചോദിക്കുമ്പോൾ അള്ളാഹുവിനുണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി, പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രത്യേകമായി പാപമോചനം നടത്തുന്നതിന് വേണ്ടി, മഗ്ഫിറത്ത് തേടുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച് തന്ന ദിനരാത്രികളാണ് ഈ രണ്ടാമത്തെ 10 എന്ന് പറയുന്നത്. അതുകൊണ്ട് നാം ആരും നിരാശപ്പെടാതെ, നാം ആരും തന്നെ അതിൽ നിന്ന് വൈമനസ്യം കാണിക്കാതെ അള്ളാഹുവിലേക്ക് നാം തൗബ ചെയ്യുക, അള്ളാഹുവിനോട് മാപ്പ് ചെയ്യുക, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. എന്നാൽ തീർച്ചയായും അല്ലാഹു തആല പുറത്തു തരുന്നതാണ്. ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങൾ, സമുദ്രതീരത്ത് കാണുന്ന മണൽത്തരികൾ, ഇതിനേക്കാളും കൂടുതൽ തെറ്റുകുറ്റങ്ങൾ ചെയ്ത, മോശത്തരങ്ങൾ ചെയ്ത ഒരുപാട് ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്ത് അവരെയൊക്കെ വലിയ ഉന്നതരായ മഹാന്മാരുടെ പട്ടികയിൽ ചേർത്തിയതായി ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഷഅ്ബാനത്തുൽ ബസരിയ എന്ന സ്ത്രീ അതിനൊരു ഉദാഹരണമാണ്. ഷഅ്ബാനത്ത് എന്ന പെണ്ണ് ചെയ്യാത്ത തെറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ അനാചാരങ്ങളുടെയും എല്ലാ മോശത്തരങ്ങളുടെയും തലപ്പത്ത് നിന്നുകൊണ്ട് തെറ്റുകൾ ചെയ്ത, അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ച ഒരു സ്ത്രീയായിരുന്നു ഷഅ്ബാനത്തുൽ ബസരിയ എന്ന സ്ത്രീ. എന്നാൽ ഒരു ഉസ്താദിൻ്റെ ഉപദേശത്തിലൂടെ, ഒരു ഉസ്താദിൻ്റെ പ്രഭാഷണം കേട്ടുകൊണ്ട് ആ സ്ത്രീയുടെ മനം മാറുകയാണ്. മനം മാറി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആ സ്ത്രീ മാപ്പപേക്ഷിച്ചു. പടച്ചവനെ, ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയൊരു ദോഷിയാണ് ഞാൻ, നീ എനിക്ക് പുറത്തു തരണമേ എന്ന് നിസ്കാരങ്ങളുടെ ശേഷവും മറ്റ് സദാസമയങ്ങളിലും ആ സ്ത്രീ പൊറുക്കലിനെ തേടുകയും തൗബ ചെയ്യുകയും മാപ്പപേക്ഷിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്ത്രീക്ക് മുഴുവൻ ദോഷങ്ങളും പുറത്തു കൊടുത്ത് വലിയ ഉന്നത സ്ഥാനത്തേക്ക് ആ സ്ത്രീയെ ഉയർത്തിയതായി ചരിത്രം പഠിപ്പിക്കുന്നു. ഇന്ന് ഷഅ്ബാനത്തുൽ ബസരിയയുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹ എന്ന് നാം ചൊല്ലിക്കൊള്ളണം. ആ ഒരു പദവിയിലേക്ക്, ആ ഒരു സ്ഥാനത്തേക്ക് ഷഅ്ബാനത്തുൽ ബസരിയ ഉയരാനുള്ള കാരണം പാപമോചനം നടത്തിയതായിരുന്നു. താൻ ചെയ്ത ദോഷങ്ങളിൽ നിന്ന് ദോഷങ്ങൾ നിരത്തി വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചതുകൊണ്ടാണ് ആ സ്ത്രീ ഇത്രയും ഉന്നത നിലവാരത്തിലെത്താനുണ്ടായ കാരണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നാം എല്ലാവരും ശ്രദ്ധിക്കുക.
പരിശുദ്ധ റമളാനിൻ്റെ 2ാമത്തെ 10ലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നാം എല്ലാവരും പ്രതിജ്ഞയെടുക്കുക, നാം ചിന്തിക്കുക, ഇൻഷാ അള്ളാ ഞാൻ ഒരുപാട് ദോഷങ്ങൾ ചെയ്തു പോയ ആളാണ്, ഒരുപാട് ദോഷങ്ങൾ ചെയ്തു പോയ വ്യക്തിയാണ് ഞാൻ. ഇൻഷാ അള്ളാ ഈ ദിനരാത്രികൾ തീർച്ചയായും ഞാൻ ഉപയോഗപ്പെടുത്തും. നിസ്കാരങ്ങളുടെ ശേഷവും അല്ലാത്ത സന്ദർഭങ്ങളിലും ഞാൻ എൻ്റെ ദോഷങ്ങൾ അള്ളാഹുവിനോട് പൊറുപ്പിക്കുമെന്ന ഒരു പ്രതിജ്ഞ നാം എടുത്തുകൊണ്ട് അള്ളാഹുവിനോട് നാം മാപ്പപേക്ഷിക്കുക, നാം പൊറുക്കലിനെ ചോദിക്കുക. തീർച്ചയായും അവൻ ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു പൊറുത്തു തരും. പരിശുദ്ധ ഖുർആനും ഹദീസുകളും ചരിത്രങ്ങളും പരിശോധിച്ചാൽ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് സഹോദരിമാരെ, സഹോദരന്മാരെ, നാം ഈ 10 ദിവസങ്ങളിൽ പ്രത്യേകമായി ചൊല്ലേണ്ട ദിക്ർ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. പടച്ച റബ്ബേ, എൻ്റെ ദോഷങ്ങൾ നീ പൊറുക്കണേ തമ്പുരാനെ, ഞാൻ ചെയ്തു പോയ എൻ്റെ പാവങ്ങൾ നീ പൊറുത്തു തരയണമേ തമ്പുരാനെ എന്ന അർത്ഥം ഉൾക്കൊള്ളുന്ന ഈ ദിക്ർ നാം സദാസമയവും ചൊല്ലണം. ഈ നടുവിലത്തെ 10 വേണ്ടതുപോലെ നാം ഉപയോഗപ്പെടുത്തുക. പാതിരാത്രിയിൽ എഴുന്നേറ്റുകൊണ്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് നാം 2 കരങ്ങളും ഉയർത്തിയിട്ട് നാം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പടച്ചവനെ, എൻ്റെ ദോഷങ്ങൾ നീ പുറത്തു തരണം, ഞാൻ ഒരുപാട് ദോഷങ്ങൾ ചെയ്തു പോയ വ്യക്തിയാണ്, എൻ്റെ ദോഷങ്ങൾ നീ പൊറുക്കണേ തമ്പുരാനെ എന്ന് നാം അള്ളാഹുവിനോട് കാര്യമായി ദുആ ചെയ്യുകയും പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്യണം. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരും. അള്ളാഹു ഖർഫാലുവാണ്, അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹീമാണ്. ഈ കാര്യമെല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ഈ ദിനരാത്രികൾ വേണ്ടതുപോലെ നാം ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.